ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ ഈ ഒരുങ്ങിയിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി അല്ല. ഞാൻ ഓൾറെഡി പുറത്തു പോയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉച്ചര ആയിട്ടുണ്ട്. അപ്പൊ പുറത്തു പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ പിന്നെ വിചാരിച്ചു ഓക്കെ ഇന്ന് അങ്ങ് വീഡിയോ എടുത്തേക്കാം, എന്തായാലും റെഡി ആയിരിക്കുന്നു, വീഡിയോ എടുത്തേക്കാം. പിന്നെ നല്ല സൗണ്ട് കാണും വെളിയില്. ഐ മീൻ കിളികളും മയിലും ഒക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയണ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോ സംഭവം ഇത് ഒരു ഇൻസിഡന്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കില്ലാടിയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഓക്കെ. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ എന്തോ ഇത്ര ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്തോ അത് ചിലവർക്ക് തോന്നിയെന്ന് വരാം. ഐ മീൻ ഉറപ്പായിട്ട് തോന്നുന്നല്ല, ചിലവർക്ക് തോന്നിയെന്ന് വരാം, ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നും വരാം. ഓക്കെ. ഒരു സമ്മറി ആയിട്ട് ചെറുതായിട്ട് ഞാനിപ്പോ കാര്യം പറയാം. എന്നിട്ട് ലാസ്റ്റ് അതിനുശേഷം ഞാൻ ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. സംഭവം ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു. എനിക്ക് ആളുടെ മെസ്സേജിങ് ആദ്യമേ നിർത്തണം എന്നുണ്ടായിരുന്നു. ഐ മീൻ മോശപ്പെട്ട രീതിയിലല്ല, എന്നാലും എനിക്ക് നിർത്തണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കാര്യം ട്രൈ ചെയ്തു. പക്ഷെ അതിൽ അയാൾ വീണില്ല. ഐ മീൻ അയാള് പിന്നെ മെസ്സേജ് ഇട്ടോണ്ടിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ഒരു കാര്യം, ഒരു വാക്ക്, ഒരു വേർഡ് ഞാൻ പറഞ്ഞു. ഓക്കെ. ആ വേർഡ് പറഞ്ഞതിന് ശേഷം ആൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടേ ഇല്ല. അതിനുശേഷം ആളുടെ മെസ്സേജേ വന്നിട്ടില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്ന ആള് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടില്ല. അപ്പൊ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആള് മെസ്സേജ് ഇടാത്തത്. അത് ഓർത്താണ് എനിക്ക് സന്തോഷം. കാരണം ഞാൻ ആ വാക്ക് ഐ മീൻ ഞാൻ ഇത്രയും കില്ലാടിയാണല്ലോ, എനിക്ക് അപ്പൊ തന്നെ ആ വാക്ക് യൂസ് ചെയ്യാൻ തോന്നിയല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തോണ്ടാണല്ലോ ആള് മെസ്സേജ് നിർത്തിയത് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എന്റെ ഭഗവാനെ, എനിക്ക് എങ്ങനെ പറഞ്ഞു തരണോന്ന് അറിഞ്ഞൂടാ. അത് പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സംഭവം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഇത് സംഭവിക്കുന്നത് ഐ മീൻ ഈ ഒരു മെസ്സേജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ വെനസ്ഡേ. അപ്പൊ ഞാൻ മൺഡേ ആണ് ഈ വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു ഫുൾ ഡേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ആള് മെസ്സേജ് ഇടില്ലല്ലോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് വെനസ്ഡേ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. സംഭവം എന്തെന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ, ഞാൻ ആളുടെ പേര് പറയില്ല, ആളുടെ സ്ഥലം പറയില്ല, ഒന്നുമേ പറയില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൾ എൻ്റെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ ആളൊന്നും പറഞ്ഞിട്ടില്ല, ആൾ ഒരു രീതിയിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ പേരോ സ്ഥലവോ ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല. അപ്പം ഞാൻ പറയില്ലോ. ഓക്കെ, അത് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്തില്ല. അപ്പം ആൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഹായ് ഹലോ എന്നൊക്കെ മെസ്സേജ് ഇട്ടു. എന്നിട്ട് ചോദിച്ചു സ്ഥലം എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ കേരള. കേരളയിലാണോ? ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളും ഇന്ന സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡൽഹിയില് ഇന്ത്യ ഗേറ്റ്, എനിക്ക് പെട്ടെന്ന് വന്നത് ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ് എൻ്റെ വീട്. ഇപ്പൊ ഞാൻ ഒരാളടുത്ത് പറയാം, ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ് എൻ്റെ വീട്, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൽഹിയിലോട്ട് വരാൻ പ്ലാൻ ഇടുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ എന്നുള്ള രീതിയിൽ ഞാൻ പറയണം. അതേപോലെ ആ ആളുടെ സ്ഥലത്തൊരു പ്ലേസ് ഉണ്ട്, അപ്പം അവിടെ വരുന്നെങ്കിൽ പറയണേ, എൻ്റെ വീട് അതിന്റെ അടുത്താണ്, പറയണേ എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു ഇത് ട്രൈ ചെയ്തു. ആള് മെസ്സേജ് അയക്കുന്നത് നിർത്താൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കാര്യം ട്രൈ ചെയ്തു. ആ ട്രൈ ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, ഐ മീൻ ഞാൻ ആളെ അറിയിച്ചു, എന്താ ഞാൻ മാരീഡ് ആണ് എന്നുള്ള കാര്യം ആളെ അറിയിച്ചു. പക്ഷെ നടന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ അറിയിച്ചു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ പറയാം കേട്ടോ, ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്, അങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ട്, ഇതുവരെ നടന്നില്ല, വരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. ഐ മീൻ അതിൽ ഞാൻ ഫ്ലോപ്പായി, അട്ടർ ഫ്ലോപ്പായിരുന്നു. നടന്നില്ല. ആൾ പിന്നെയും മെസ്സേജ് ഇട്ടോണ്ടിരുന്നു. ഇങ്ങനെ എന്ത് ചോദിച്ചു, ഞാൻ ഐ മീൻ ഞാനാണ് ആളുടെ ആദ്യത്തെ ഫ്രണ്ട്, ആൾക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന ആദ്യത്തെ ഫ്രണ്ട് ഞാനാണ് എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു. തുടക്കത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഹിന്ദി അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ മെസ്സേജ് ഇട്ടോണ്ടിരുന്നു. അതിനുശേഷം എന്തോ ആള് ഇങ്ങനെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ആർമിയിലാണ് എന്ന് പറഞ്ഞു. ആള് പറഞ്ഞു ആളും ആർമിയിലാണ്, ഹസ്ബൻഡ് ആർമിയിൽ എവിടെയാണ്, എന്ത് ഐ മീൻ ഏത് ഇതിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ APSലാണ്, ഡൽഹി ക്യാൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ശരിക്കും ഞാൻ സംസാരിച്ചു. കാരണം
വേറെ പ്രശ്നമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ഈ കാര്യം ഈ ഒരു ഇൻസിഡന്റ് ഫുള്ള് തീർന്നതിന് ശേഷം തീർന്നതിന് ശേഷം എന്റെ ചേച്ചിയുടെ അടുത്തും ഹസ്ബൻഡിന്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞത്. ആ ചേച്ചിന്റെ അടുത്ത് വെച്ചിട്ട് ഭ്രാന്താടി എന്നൊക്കെ ഉള്ള രീതിയിൽ, കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ആള് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഡൽഹിക്കാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ കൂടെ പോയില്ലേ, ഹസ്ബൻഡിന്റെ കൂടെ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിന്റെ കൂടെയാണ് നിക്കണേ എന്ന് പറഞ്ഞു. ഓ ആണല്ലേ, ഓക്കെ 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 ഓക്കെ. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ മെസ്സേജിന് ഇത്രയും ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നത് എന്ന് വെച്ചാൽ ഞാന് ആളുടെ മെസ്സേജിന് അങ്ങനെ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാറില്ല. ഇതിപ്പോ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടാ ഞാൻ വൈകിട്ട് കണ്ടാലും ഓപ്പൺ ആക്കൂല, കണ്ടാലും ഞാൻ വൈകിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വലുതായിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് ഇടാറില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല, വല്ലപ്പോഴും കേറും അപ്പൊ കാണുമ്പോ റിപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അതിനുശേഷം ആള് പറഞ്ഞായിരുന്നല്ലോ ആൾ ആർമിയിലാണെന്ന്. അപ്പം മൺഡേ ആളെനിക്ക് പിന്നെ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് സാറ്റർഡേ തൊട്ട് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, കഴിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ. മൺഡേ പിന്നെ മെസ്സേജ് ഇട്ടു. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരാള്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങക്ക് ജോലിയൊന്നുമില്ലേ, നിങ്ങൾ ആർമിയിലെന്നല്ലേ പറഞ്ഞു, അപ്പൊ നിങ്ങക്ക് ജോലിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് ഭയങ്കര വർക്കാണ്, എനിക്ക് ഭയങ്കര ജോലിയാണ്, പക്ഷേ ഞാന് ഫോൺ എന്റെ അടുത്ത് കാണും, പക്ഷെ ഞാൻ എപ്പോഴും ഫോണൊന്നും എടുക്കാറില്ല. പക്ഷെ ഇപ്പോ ഞാൻ ഫോണ് കൂടുതൽ ഇങ്ങനെ എടുക്കുന്നത് നിങ്ങളുടെ മെസ്സേജിന് നിങ്ങളുടെ മെസ്സേജ് എപ്പോ വരും, എന്റെ മെസ്സേജ് എപ്പോ വരും എന്നുള്ളത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മെസ്സേജ് എന്റെ മനസ്സിൽ ഞാൻ എന്റെ മെസ്സേജോ, അത് ശരിയല്ലല്ലോ, ആ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് ശരിയല്ലല്ലോ, അതെന്താ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, അതെന്തിനാ എന്റെ മെസ്സേജിന് ഇത്രയും കാത്തിരിക്കേണ്ട ആവശ്യം എന്തോ, അതിന്റെ ആവശ്യമില്ലല്ലോ. പോക്ക് എനിക്ക് അത്ര ശരിയല്ല എന്ന് തോന്നി, എനിക്ക് അപ്പോഴേ തോന്നി പോക്ക് അത്ര ശരിയല്ല. ഇനി ചിലപ്പോ അത് ഞാൻ ഇനിയും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഞാനൊരു വേർഡ് യൂസ് ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാനൊരു വേർഡ് യൂസ് ചെയ്തു. ആ വേർഡ് യൂസ് ചെയ്തത് എന്ത് വേർഡ് എന്ന് വെച്ചാൽ വേറെ മോശപ്പെട്ട രീതിയിലുള്ള വേർഡൊന്നും അല്ല. ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ ഞാൻ ബ്രദർ എന്ന് വിളിച്ചു. ഹിന്ദിയിൽ ഞാൻ ബ്രദർ, നിങ്ങൾ എന്തിനാ എന്റെ മെസ്സേജിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇത്രേ ചോദിച്ചോളൂ, ഞാൻ ഇത്രേ ചെയ്തോളൂ. അപ്പം ആള് എന്റെ അടുത്ത് ബ്രദർ എന്നോ, അയ്യോ എന്താ ബ്രദർ എന്നൊക്കെ വിളിക്കണേ, എന്നെ അങ്ങനെ വിളിക്കണേ, അതെന്താ എന്ന് ഇങ്ങനെ ചോദിച്ചോളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പെരുമാറിയോ, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയോ എന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്നും പറയോ ഒന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ ബ്രദർ എന്ന് വിളിച്ചല്ലേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു അതെന്താ അങ്ങനെ വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നെക്കാളും പ്രായത്തിന് മൂത്ത എല്ലാവരെയും ഞാൻ ബ്രദർ എന്നാണ് വിളിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതെങ്ങനെ എന്ന് ചോദിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെക്കാളും പ്രായത്തിന് മൂത്ത ആളാണല്ലോ. അപ്പൊ ചോദിച്ചു അതെങ്ങനെയാന്ന് പിന്നെയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏജ് എത്രയാ എന്ന് ഞാൻ ഇങ്ങനെ എടുത്ത വഴി ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏജ് എത്രയാന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഏജ്, അപ്പം നിങ്ങളെ ഏജ് പ്രായത്തിന് മൂത്ത ആൾക്കാരെ എല്ലാവരെയും സൗണ്ട് അവിടെ പണി കിടക്കുന്ന ഓക്കെ, പ്രായത്തിന് മൂത്ത എല്ലാവരെയും നിങ്ങളെ ചേട്ടാന്ന് വിളിക്കുമെന്ന് ചോദിച്ചു, ബ്രദർന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് വിളിക്കും, എന്റെ റിലേറ്റീവ്സ് അല്ലാത്ത, ഇതിപ്പം എന്റെ മാമനെ കയറി എനിക്ക് ചേട്ടാ എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ എന്റെ കൊച്ചിച്ചിനെ കയറി എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അല്ലാത്ത എല്ലാവരെയും ഞാൻ ബ്രദർന്ന് തന്നെയാണ് വിളിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായിട്ട് അല്ലാത്ത വേറെ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളെ ഞാൻ ബ്രദർന്ന് തന്നെയാണ് വിളിക്കണേ, ചേട്ടാന്ന് തന്നെയാണ് വിളിക്കണേ, ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെയാണ് വിളിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയാ.
ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. സാധാരണ എപ്പോഴും ആളെ ഓക്കെ പറയും, ഞാൻ ഓക്കെ പറയുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്ടിട്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്യണം. വേറെ ഒന്നും കൂടുതൽ കോൺവെർസേഷൻ കൂടുതൽ നീണ്ടു പോവാതിരിക്കാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ഇട്ടു, എന്തോ ഞാൻ ഓക്കെ ഇട്ടു, ആൾ അതിന് ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടേ ഇല്ല. ആ വഴി ഐ മീൻ അപ്പം പൊങ്ങിയ ആള് പിന്നീട് പൊങ്ങിയിട്ടില്ല. എവിടെ പോയി എന്ത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രദർ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തപ്പോഴത്തേക്കും ആള് പോയി. അപ്പം ആളുടെ ഇന്റൻഷൻ എന്തായിരുന്നിരിക്കും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ മോശപ്പെട്ട രീതിയിൽ ഒന്നും പറഞ്ഞില്ല, ഞാൻ ബ്രദറിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോ ആള് പോയി. അപ്പം ജസ്റ്റ് ചിന്തിച്ചു നോക്ക്, എന്തായിരിക്കും ആൾ എന്തായിരിക്കും വിചാരിച്ചിരുന്നത്? മാരീഡ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ആള് പോയില്ല. അപ്പൊ ഞാൻ ഓക്കെ ഞാനൊരു കില്ലാടി തന്നെ. ഞാന് ഐ മീൻ ഇത്രയും എനിക്ക് അപ്പൊ പെട്ടെന്ന് ബ്രദറിന് വിളിക്കാൻ തോന്നിയല്ലോ എന്ന് ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് വയ്യ, ഞാൻ എനിക്ക് എങ്ങനെ ഐ മീൻ എങ്ങനെ അപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റി, അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് അയ്യോ ഞാൻ കിടിലം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാ നിന്നത്. ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോ ഇത് കേൾക്കുമ്പം ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അങ്ങനെ തോന്നിയെന്ന് വരാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര 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 ഇത് തരും, സാറ്റിസ്ഫാക്ഷൻ തരും. അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.